ongoing thing. Hi friends, welcome to Galin Gadgets Malayalam. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ വീഡിയോ ആയിട്ട് 3 ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ചുമയാണ്. ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും ഇപ്പോൾ ഹാക്കേഴ്സിൻ്റെയൊക്കെ ഒരു പിടിയിലാണല്ലേ. ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹാക്കർ ആവണമെന്നൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് പറ്റിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച്. എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യം ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യുക. ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. എനിക്ക് ഈ ആപ്ലിക്കേഷൻ നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർഫേസിൽ വരും. ചെയ്യുമ്പോൾ ഇത് ഗ്ലോബലിൽ നിന്ന് വന്ന ചാറ്റുകളാണ്. അത് ഹാക്കേഴ്സ് ചാറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നമുക്ക് മെൻഷൻ വരെ ചെയ്യാം. മെൻഷൻ ചെയ്തിട്ട് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്താൽ പേരൊക്കെ അടിച്ചു കൊടുത്താൽ അത് വരും. ഇത് ഹാക്കേഴ്സ് ചാറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇൻ്റർഫേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫയൽ മാനേജറും ഡെസ്ക്ടോപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് ഹാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ട്യൂട്ടോറിയലാണ്. ക്ലിക്ക് പേജ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ തിരിയിൽ ഒരുപാടുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഫ്രീ ആയിട്ട് 1.2 മില്യൺ സംതിങ് കൊടുക്കേണ്ട ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്ത് വരെ വയ്ക്കാൻ പറ്റും. അതായത് ഒരു ഹാക്കിംഗ് ട്രിക്കാണ് ഇതൊക്കെ. ഞാനിത് നോക്കിക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ഇത് പ്രോസസ്സിങ് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ചെക്കിങ് സ്റ്റോക്കിൻ്റെ നൗത്തിങ് എററൊക്കെ കാണിക്കും. ചില സമയത്ത് എററൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ഐക്കണുണ്ട്. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ചേഞ്ച് നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യാം. എക്സലൻ്റ്. നമുക്ക് എല്ലാം ഒരുമാതിരി കളറിലൊക്കെ ആയിരിക്കും ഇത് അടിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെ. അത് ഫ്രണ്ട്സിന് നമുക്ക് അടിപൊളിയായിട്ട് പറ്റിക്കാം. നമുക്ക് ഫ്രണ്ട്സിനെ പറ്റിക്കാം, ടാഗ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് ഹാക്കേഴ്സിൻ്റെ ഒപ്പം ഇത് ചാറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഹായ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് സെൻഡ് ചെയ്തു. നമുക്ക് നമ്മുടെ ക്ലിക്ക് സെലക്ട് ഐക്കൺ, നമുക്ക് ഐക്കൺ മാറ്റി ഗ്ലോബലിലോട്ടാക്കാണ്. ഞാനിപ്പോൾ ഗ്ലോബലിലോട്ടാക്കിയിട്ട് ഹായ് അടിച്ചിട്ട് ടിക്ക് ബട്ടൺ സെൻഡ് ചെയ്യുന്നു. ഓക്കെ. അതായത് അതായത് അവർ പറയണ കാര്യങ്ങളൊക്കെയാണ്. പി എമ്മിൽ ചെക്ക് ചെയ്യാം. നമുക്ക് പി എമ്മിലോട്ട് പോവാം. പി എം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രൈവറ്റായിട്ട് ചാറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അല്ല, നെക്സ്റ്റ് ഒരു ഗെയിമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ബ്രില്യൻ്റ് ആയ ആൾക്കാർക്ക് കളിക്കാൻ പറ്റുന്നൊരു ഒരു ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ്. ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഗെയിം. 40 MB ആണ് ഈ ഗെയിമിൻ്റെ സൈസ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഈ നടുക്കത്തെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. സെക്കൻഡ് ടാസ്കിലോട്ട് പോവാണ്. നമുക്ക് ഒരു മിനിറ്റ് മ്യൂസിക് ഒന്ന് മാറ്റുന്നതായിരുന്നു, അതുകൊണ്ടാണ്. ഇങ്ങനൊരു ഇതായിരിക്കും. ഇത് സെക്കൻഡ് ടാസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഈ 2 ആരോസ് വെച്ചാണ് ഇതിൽ കളി. വെൽദ ഡിവൈസ് അവരൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. ഓക്കെ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ സാധനം ഇവിടെ നിന്ന് ടച്ച് ചെയ്താൽ തിരിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് ഇപ്പുറത്തെത്തും. കുറച്ച് പണിയാണ് ഈ ഗെയിം കളിക്കാൻ. ഒരു ഗ്രാഫിക്സോടെ ഒരു ഗെയിം. ഫോക്കസ് ഭയങ്കര കുറവാണ് എൻ്റെ. അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. ഇത് ശരിക്കും പെയ്ഡ് ഗെയിമാണ്. പെയ്ഡായിട്ടുള്ളൊരു ഗെയിമാണ്. ഓക്കെ. കുടുങ്ങിപ്പോയി.
ഞാൻ കൂടി പോയി റീസ്റ്റാർട്ട് കളിക്കണ്ടേ. ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയിം. റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇതൊരു പെയ്ഡ് ഗെയിമാണ് കേട്ടോ. ഒരു പെയ്ഡ് ഗെയിമാണ്. ഇതിൻ്റെ ഫ്രീ വേർഷൻ ലിങ്ക് ഞാൻ ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ഈ ഗെയിം. ഇവിടെ നിന്ന് ഭയങ്കര വലിയ ടാസ്ക്കൊക്കെയാണ് ഈ ഗെയിം തരുന്നത്. ഇത് ജയിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഫസ്റ്റ് ലെവൽ ജയിച്ചു. പിന്നുള്ള ലെവലൊക്കെ എനിക്ക് ജയിക്കാൻ പാടായിരുന്നു. അവിടെ നിന്ന് പോയി ഇപ്പുറത്ത് വരും, അവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തോട്ട് വരും. ഭയങ്കര ഒടുക്കത്തെ ടാസ്ക്കായി പോകും. ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് ക്യാമറ അതിൽ ശ്രദ്ധിച്ചാൽ കളിക്കാൻ വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേര് സ്മോക്ക് എഫക്റ്റ് എന്നാണ്. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ആഡാണ്, അവരുടെ ആഡ് വരുന്നതാണ്. അപ്പോൾ സ്മോക്ക് എഫക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. സ്മോക്ക് എഫക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഏകദേശം പലർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ സ്മോക്ക് വെച്ചിട്ട് സ്റ്റിക്കേഴ്സും കണ്ണുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊരു ബെറ്റർ ആപ്ലിക്കേഷനാണിത്. ഇപ്പോൾ ഞാൻ വേറൊരു രീതിയിലുള്ള ഒരു ഗ്രീൻ സ്മോക്ക് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കൊടുക്കാം ടെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് പേരടിക്കാം. ഞാനിപ്പോൾ GGM ഗാലറിസ് മലയാളം. അപ്പോൾ അത് ഗാലറിസ് മലയാളം കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ GGM. അപ്പോൾ ബാക്കിലുള്ള പേര് നമ്മൾ അടിച്ച് കളയണം. എന്നിട്ട് വേണം നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പേര് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. GGM എന്ന് കൊടുത്തിട്ട് അപ്പോൾ ആ പേരവിടെ വന്നു. പേര് നമുക്ക് കറക്റ്റ് ഒരു വിത്തിലും കാര്യങ്ങളിലൊക്കെ അത് തിരിച്ചു മറിച്ചൊക്കെ വെക്കാം. ഓക്കെ, തിരിച്ചു മറിച്ചൊക്കെ വെക്കാം. അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. പേരും ഇതൊക്കെ കൊടുക്കാം. ഓക്കെ, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടി പോകും. അപ്പോൾ ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇത് നമ്മളെ മോഷൻ പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കുന്ന അവർക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലുണ്ട്, അതൊരു ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾ മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യുക. എന്താ നമ്മളെ റിവ്യൂ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ, അതായത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സൈൻ ഔട്ട്.